ഒരു വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ നമ്മളെ പരിചയത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളേക്ക് വരുന്നുണ്ടെങ്കിൽ അവരുമായി ഇടപാട് നടത്തുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പം വേണ്ടപ്പെട്ട ആരെങ്കിലും കൂട്ടത്തിൽ കുരുവട്ടൂരി ഉണ്ടെങ്കിൽ വീടിൻ്റെ സ്ഥലത്തിൻ്റെ രേഖകൾ ഓലെ കയ്യിൽ പെടാതെ സൂക്ഷിച്ചോളി. അതേപോലെ സ്വന്തം വീട് അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, പണയത്തിന് കൊടുക്കുകയാണെങ്കിൽ, കടമുറിയോ അതിൽ ഹാളുകളോ അതിൽ സ്ഥലമോ എന്തെങ്കിലും വാടകക്കോ മറ്റോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കടമുറികൾ ഈ വാടക കൊടുക്കും കച്ചവടം നടത്താൻ വേണ്ടി. കുരുവട്ടൂരിയെ കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോളിയുണ്ട്. അതേപോലെ പൈസ കടം കൊടുക്കുകയാണെങ്കിൽ, സ്വർണം, വാഹനങ്ങൾ ഇത് പണയത്തിന് കൊടുക്കുകയോ കടം കൊടുക്കുകയോ അതല്ലെങ്കിൽ വായ്പ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലോണം ആലോചിച്ചോളി. അത് കൊടുക്കുന്നതിന് മുമ്പ് 10 വട്ടമല്ല 100 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ പണി പോളും മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ പേരും പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരിക. പക്ഷേ ഇതൊക്കെ ഇവരെ ഷെയ്ഖിൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനമാണല്ലോ. ഇവർ പറയാണ് ഇതൊക്കെ ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞ ആൾക്കാർ ഓല ഉടമസ്ഥതയിലുള്ളതാണ്, ഓല ഔദാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കണം, ഓല ചോദിച്ചാൽ കൊടുക്കേണ്ടി വരുന്നു. ഇത് പറഞ്ഞത് പരസ്യമായിട്ട് പ്രസംഗിച്ചത്. എന്നിട്ട് കൂട്ടത്തിൽ എന്തെയ്യും ബഹുമാനപ്പെട്ട CM വലിയതായിട്ട് കൂട്ടുക, വേറെ മഹാന്മാർക്കാട് കൂട്ടുക, എന്നിട്ട് ഓല അങ്ങനെ ചെയ്തിട്ട് ഇവരിങ്ങനെ ചെയ്തെന്ന് പറയാം. എന്തിന് ഇവരെ നമ്മളെ കയറോപ്പ് തന്നെ ഇങ്ങനെ ആത്മീയമായിട്ട് നടക്കുന്ന കുറേ കള്ളന്മാർ, പല സൈസ് കള്ളന്മാരുണ്ട്. നമ്മളെ അറിവിൽ തന്നെ ചില കള്ളന്മാരുണ്ട്. ഇപ്പോൾ കൊണ്ടോട്ടി ഭാഗത്ത് ദന്താശുപത്രി, കണ്ണാശുപത്രി നടത്തിയിട്ട് ക്ലിനിക്ക്, അതിൽ പൈസ കൊടുത്തുകൊണ്ട് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് സ്വർണ്ണം കൊടുത്തുകൊണ്ട് പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ അറിവിൽ. ഇതൊക്കെ വ്യാജാത്മീയവാദികൾ. അതേപോലെ ചില വ്യാജാത്മീയവാദികൾ കടമൊരു വാടക എടുത്തിട്ട് അത് പൈസ കൊടുക്കാതെ വാടക കൊടുക്കാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. കാശ് കടം വാങ്ങിയിട്ട് കൊടുക്കാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. സ്വർണ്ണം കട്ട വ്യാജാത്മീയവാദികളുണ്ട്. അതേപോലെ സ്വർണ്ണം തൽക്കാലം വായ്പ വാങ്ങിയിട്ട് മറച്ചു വിറ്റ കള്ളന്മാരുണ്ട്. അതേപോലെ വണ്ടി വാടക എടുത്തിട്ട് വേറെ ആൾക്കാർക്ക് മറിച്ചു കൊടുത്ത ആൾക്കാരുണ്ട്. ഇങ്ങനെ പല നിലക്കും വ്യാജ ആത്മീയവാദികൾ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഇത് പറയുന്നത് ആരാന്നറിയോ? കുരുവട്ടൂരി സമാധാനം എന്ത് ഇതൊക്കെ ഔലിയാക്കളുടെ സാധനമാണ്. പറഞ്ഞു കേട്ടോളി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തുള്ള വസ്തുക്കൾ എല്ലാം സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി, ആ റസൂലും അവിടുത്തെ അനന്തരക്കാരായിട്ടുള്ള മശായിഖന്മാർ അവർക്കുള്ള ഉടമപ്പെട്ടതാണ്. അവരൊരു സാധാ പൊതുവായിട്ടുള്ള നിയമങ്ങൾ അംഗീകരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഔദാര്യം അല്ലേ? അവർക്ക് ഇതെല്ലാം പിടിക്കുവാനുള്ള അവകാശമുണ്ട്. കാരണം ഇതെല്ലാം അവർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവര് നമുക്ക് വിട്ടുതരുന്നത് കൊണ്ട് നമ്മൾ അധികാരത്തിൽ ഇങ്ങനെ പോകാന്നുള്ളൂ. ഓല ഔദാര്യത്തിൽ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഓല ചോദിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ടിരുന്ന പറയുന്നത്. ഇവരെന്താണെന്നറിയോ? ഇവരെ ഈ മശായിഖമാർ എന്ന് പറഞ്ഞ ആൾക്കാർ, ഈ ചെയ്താമാരെന്ത് ചെയ്യുക? ഓർക്ക് ചോദിച്ചാൽ ഓരോ നമ്മുടെ മുദ്രക്ക് എടുത്ത് കൊടുക്കേണ്ടി വരും. കാരണം ഓല ഉടമസ്ഥതയിലുള്ള ഓല മിൽക്കിലുള്ളതാണ്. ഓല മിൽക്കപ്പെട്ട സാധനം അങ്ങനെ നമ്മളെ മിൽക്കപ്പെട്ട സാധനം നമുക്ക് എടുക്കാൻ അധികാരം ഉണ്ടല്ലോ. അപ്പോൾ ഓര് ചോദിച്ചാണ് കൊടുക്കേണ്ടിരുന്ന പറഞ്ഞത്. ചെങ്ങായിമാർ അത് മാത്രമല്ല, ലോകത്തിലെ സകലമാന വസ്തുക്കൾ ഓല മിൽക്കിലാന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഭാര്യമാരൊക്കെ പോലെ മിൽക്കിലാവുമല്ലോ. ഓര് ചോദിച്ചാണ് കൊടുക്കേണ്ടി വരും. എവിടുക്ക ഈ കൗവ് പോണത്? എന്തൊക്കെ ഇവർ വിളിച്ച് പറയണേ? ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി. ഒക്കെ ഓരോ ഉടമസ്ഥയിലാണ് ചോദിച്ചാണ് കൊടുക്കേണ്ടത്. അല്ല വെറുതല്ല കുറേ എണ്ണം സാധുക്കൾ പെട്ടെടുക്കണേ. മക്കളെ, ഈ കുരുവട്ടൂരികളായിട്ട് എന്തെങ്കിലും ഇടപാട് നടത്തുന്ന ആൾക്കാർ നല്ലോണം സൂക്ഷിച്ചോളി.